കോളിഫ്ലവറിൻ്റെ ഹൈറ്റ് കണ്ട് ഭയങ്കര ഹൈറ്റിലാണ് ഇത് കോളിഫ്ലവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഹൈറ്റ് വരാറില്ല. വലിയ പൂവൊക്കെ കിട്ടും, പക്ഷേ ഇതിൻ്റെ മൂട്ടിൽ മണ്ണ് ഒരു 20 ദിവസം ആകുമ്പോൾ അടുപ്പിച്ചിട്ട് കൊടുക്കും. കോളിഫ്ലവർ പൂ വന്നതിന് ശേഷം ഒടിച്ച് എടുക്കുക, പിച്ചാത്തി വെച്ച് കണ്ടിച്ചെടുക്കാൻ പാടില്ല. ഒടിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും മുളച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതിൻ്റെ മൂട്ടിൽ നിന്ന് വീണ്ടും തൈ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും പിച്ചാത്തി വെച്ച് കണ്ടിക്കരുത്, ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കേട് വരത്തില്ല. പിച്ചാത്തി ഇരുമ്പ് കൊള്ളുമ്പോൾ അത് അവിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പരമാവധി നോക്കുക, ഒടിച്ചെടുക്കുക. അതിൻ്റെ മൂട്ടിൽ നിന്ന് തിളുത്ത് വരുന്നതാണ്, ഒടിച്ചു വിടുന്നതിൻ്റെയാണ്. അപ്പോൾ അത് തിളുത്ത് വരും, നല്ലവണ്ണം വരും. അപ്പം കഴിയുന്നതും ഒടിച്ച് നിർത്തുക, പിച്ചാത്തി വെച്ച് കണ്ടിക്കരുത്. കോളിഫ്ലവർ പൂ നിർത്തി കഴിഞ്ഞാൽ വിത്ത് ഉണ്ടാക്കാൻ പറ്റും. വിത്ത് വരുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ വരുന്നത്, പിന്നെ അത് ഇങ്ങനെ വളർന്നു വരും. ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടാവും. ഇതാണ് പൂക്കുന്നത്, ഇതിനകത്ത് വിത്ത് പിടിക്കുന്നത്. അപ്പോൾ കോളിഫ്ലവർ കഴിയുന്നതും ഒരെണ്ണം വിത്തിന് വീട്ടിൽ ചെറിയ കൃഷി ചെയ്യുന്നവർ, വലിയ കൃഷി ചെയ്യുന്നവരടുത്തല്ല, ചെറിയ കൃഷി ചെയ്യുന്നവർ ഇതിങ്ങനെ നിർത്തിയിരുന്നാൽ മതി, നല്ലവണ്ണം ഒടിച്ചു വരും. അപ്പോൾ പരമാവധി കോളിഫ്ലവർ ഒടിച്ച് നിർത്താൻ ശ്രമിക്കുക. ഒടിച്ച് നിർത്തിയാൽ അതിൻ്റെ മൂട്ടിൽ നിന്നൊക്കെ തിളുത്ത് വരും. മൂന്നാമതൊക്കെ ചെറിയ കായൊക്കെ ഇഷ്ടംപോലെ കിട്ടാതിരിക്കത്തില്ല. നമ്മളിതിപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് തിളുത്ത് വരുന്നുണ്ട്. ഇത് നല്ലവണ്ണം വളർന്നു വരും. നമ്മൾ സാധാരണ വളരുന്നതല്ല. ഇപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ നിന്നൊക്കെ ഒരു 3-4 കായൊക്കെ കിട്ടും. ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ ഒരടിക്ക് മുകളിൽ താഴ്ന്നു നിൽപ്പുണ്ട്, എന്നിട്ട് വരെ ഇത്ര ഹൈറ്റിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂ എത്ര വലിപ്പം ഉണ്ടാവും നമുക്കറിയില്ല, പൂത്തിട്ടില്ല. ഇത് വയ്ക്കുന്ന പൂ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ വലിപ്പമുള്ള പൂ കിട്ടും. പക്ഷേ അതിൻ്റെ മൂട്ടിൽ മണ്ണ് 15 ദിവസം കൂടുമ്പോൾ മണ്ണ് അടുപ്പിച്ച് കൊടുക്കുക, എന്നിട്ട് നല്ലോണം നനച്ച്. ഇതിൻ്റെ നനവിലാണ് ഇതിൻ്റെ വലിപ്പം തോന്നിക്കുക, അല്ലാണ്ട് വലിപ്പം ഉണ്ടാവാറില്ല. പരമാവധി ഒടിച്ച് നിർത്താൻ ശ്രമിക്കുക, അപ്പോഴേ ഇങ്ങനെ ഉണ്ടാവും. പിച്ചാത്തി വെച്ച് ഒരിക്കലും കണ്ടിക്കാൻ നിൽക്കരുത്. കണ്ടിച്ചാൽ അത് കേട് വന്ന് പോകത്തേ ഉള്ളൂ.